ഹലോ FFQ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിലോട്ട് വന്നിരിക്കുന്നത് ചൂര കൊണ്ട് എങ്ങനെ നമുക്ക് മീൻപീര തയ്യാറാക്കാം എന്ന് കാണിക്കാനാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇതാണ്, ടിന്നിലെയാണ്, റെഡി ടു ഈറ്റ് ആണ്. ഇവിടെ ഇമയും ഫാമിലി ഇത് ഇങ്ങനെ കഴിക്കും. പക്ഷെ ഞാൻ ഇതിൽ കറിയോ മീൻപീരയോ എന്തെങ്കിലും ഉണ്ടാക്കിയാണ് കഴിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മീൻപീര തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മീൻപീര തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ സവോള ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ കുടംപുളി ഇച്ചിരി വെള്ളത്തിലിട്ടിട്ടുണ്ട്, പിന്നെ ടിന്നിലെ ട്യൂണ, മുളക് പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ്. ഇവിടെ ഡ്രൈ ആയിട്ടുള്ളതേ കിട്ടത്തുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ഉണ്ടെങ്കിൽ ഫ്രഷ് നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ കറിവേപ്പിലയുടെയും കടുകിൻ്റെയും കുറവുണ്ട്, അത് ഞങ്ങൾക്കിവിടെ കിട്ടാനില്ല. ഇവിടെ അടുത്തൊരു ചേച്ചിയുണ്ട്, ആ ചേച്ചി വല്ലപ്പോഴും കൊണ്ട് തരാറേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്കൊരു പാന് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഇത് കോക്കനട്ട് ഓയിലാണ്. നമുക്ക് ആദ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് മൂത്തിട്ടുണ്ട്, നമുക്കിതിലോട്ടൊരു സവാള ഇട്ട് കൊടുക്കാം. എൻ്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഞാൻ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കാം. ഇതിലോട്ട് നമുക്ക് ചൂര ഇട്ട് കൊടുക്കാം. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റട്ടെ. വറ്റിയിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. വെള്ളം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി. പിന്നെ മെയിനായിട്ടൊരു സാധനം കൂടെ ചേർക്കാനുണ്ട്, ജീരകപ്പൊടിയും കൂടെ നമുക്ക് ചേർക്കാനുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ഇട്ട് കൊടുക്കാം. കുടംപുളി ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എണ്ണ ഒഴിച്ചതിന് ശേഷം കടുകും കറിവേപ്പിലയും ചേർക്കണം.
അവസാന നിമിഷം തേങ്ങ ചേർക്കുമ്പോഴും കുറച്ച് കറിവേപ്പില ചേർക്കണം. എനിക്കതിവിടെ കിട്ടാത്തത് കൊണ്ടാണ്. വല്ലപ്പോഴും കറിവേപ്പില കിട്ടും. ഇവിടെ അടുത്തൊരു ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ട്. ആ ചേച്ചിയുടെ പേഷ്യൻറ്റിനെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ വേറെ മലയാളികളുണ്ട്, അപ്പോൾ അവർ കൊടുക്കും. അങ്ങനെ ആ ചേച്ചി ഇടയ്ക്ക് കൊണ്ട് തരാറുണ്ട് കറിവേപ്പിലയും മുരിങ്ങയിലയുടെ ഇലയൊക്കെ. പിന്നെ ഇതിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ സമയം നല്ല മണം വരുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തിരി കൂടെ നന്നായിരിക്കും. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇവിടെ ആയതുകൊണ്ട് ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കുക്ക് ചെയ്യുന്നു. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ട്യൂണ മീൻ പീര റെഡിയായിട്ടുണ്ട്. പച്ചമുളകും കറിവേപ്പില ഇല്ലാത്തതിൻ്റെ കുറവുണ്ട്. നാട്ടിലുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് അതെല്ലാം ചേർക്കണം. എന്നെപ്പോലെ ഇസ്രായേലിൽ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. അപ്പം ഞാൻ ഇതൊരു പാത്രത്തിൽ സെർവ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കറിവേപ്പിലയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ചെറിയൊരു കുറവ് കാണും. പിന്നെ ഇസ്രായേലിൽ നിൽക്കുന്നവരാണെങ്കിൽ കുടംപുളി ഇല്ലെങ്കിൽ വിഷമിക്കണ്ട. ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഞാൻ ചേർത്തത് ഇത് നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള നാരങ്ങയില്ലേ, അത് പൊടിച്ചതാ. ഇതിട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻ്റ് ഇടുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, വീഡിയോയ്ക്ക് കമൻ്റ് ഇടണം. ഓക്കെ, ബൈ.